ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കാർസ് 360. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഏറ്റവും പുതിയ വോൾസ്വാഗണിൻ്റെ വിർച്ചസുമായിട്ടാണ്. 20 വേരിയൻറ്റുകളിലായിട്ടാണ് വിർച്ചസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഡയമെൻഷനിലേക്ക് വരുമ്പോൾ 4561 മില്ലിമീറ്റർ നീളം, 1752 മില്ലിമീറ്റർ വീതി, 1507 മില്ലിമീറ്റർ ഹൈറ്റ്, 2651 മില്ലിമീറ്റർ വീൽ ബേസ്, 179 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ്, പിന്നെ 1269 കിലോഗ്രാം ഭാരവുമാണ് വിർച്ചസിനുള്ളത്. എൻജിൻ ഭാഗത്തേക്ക് വരുമ്പോൾ 1500 cc 4 സിലിണ്ടർ എൻജിനാണ് വിർച്ചസിന് വരുന്നത്. ഇത് 148 bhp പവറും 250 Nm ടോർക്കുമാണ് നൽകുന്നത്. വിർച്ചസിന് 100 കിലോമീറ്റർ വേഗം എത്താൻ വെറും 9.27 സെക്കൻഡ് മതി. അത് വലിയൊരു കാര്യമായി തോന്നുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ വളരെ പുതുമയാർന്ന ലുക്ക് തന്നെയാണ് വിർച്ചസിന് നൽകിയിട്ടുള്ളത്. LED ഹെഡ്ലൈറ്റും ഹാലോജൻ ഫോഗ് ലൈറ്റുമാണ് മുന്നിൽ വരുന്നത്. LED DRLും അവൈലബിൾ ആണ്. ഇപ്പോൾ സൈഡിലേക്ക് വരുമ്പോൾ വളരെ ഭംഗിയായി തന്നെ കുറേ ബോഡി ലൈൻസൊക്കെ കാണാം. റൈറ്റ് സൈഡിലാണ് ഫ്യൂൽ ലിഡ് വരുന്നത്. 16 ഇഞ്ച് ബ്ലാക്ക് ആലോയ് വീൽസും ഡയമണ്ട് കട്ട് ആലോയ് വീൽസും വിർച്ചസിന് അവൈലബിൾ ആണ്. പിന്നെ സൈഡിലെ ഡോർ ഹാൻഡിൽ ക്രോം ഫിനിഷാണ് വരുന്നത്. വളരെ ഭംഗിയുള്ളൊരു ബാക്ക് സൈഡാണ് വിർച്ചസിന് നൽകിയിരിക്കുന്നത്. പിന്നെ ഡീഫോഗറും LED ടെയിൽ ലൈറ്റും ഒക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ സെഗ്മെൻറ്റിലെ എല്ലാ വണ്ടികൾക്കും ഉള്ളതുപോലെ സൺറൂഫും ഷാർക്ക് ഫിൻ ആൻറ്റിനൊക്കെ ഇതിനും അവൈലബിൾ ആണ്. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ വളരെ ലക്ഷറി ആയിട്ടുള്ള ഡ്യുവൽ ടോൺ ഇൻറ്റീരിയറാണ് വരുന്നത്. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് കൺട്രോൾസും ഉണ്ട്. അതിന് പിന്നിലായി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററുമാണ് വരുന്നത്. അതിൽ ആവറേജ് സ്പീഡ്, ഡിസ്റ്റൻസ് ടു എംടി, റിയർ ഇൻഡിക്കേറ്റർ, ഡിജിറ്റൽ ക്ലോക്കും എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ ഇൻറ്റീരിയറിൽ എടുത്തു പറയാനുള്ളത് വലിയ 10 ഇഞ്ച് ടച്ച് സ്ക്രീൻ തന്നെയാണ്. പിന്നെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ വണ്ടിക്ക് വരുന്നില്ല. ക്രൂയിസ് കൺട്രോൾ, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, വയർലെസ് ചാർജർ, വെന്റിലേറ്റഡ് സീറ്റ്സ്, 7 സ്പീഡ് AMT DCT ഗിയേഴ്സാണ് വരുന്നത്. പിന്നെ ഈ പ്രൈസ് റേഞ്ചിൽ അധിക വണ്ടികൾക്ക് കണ്ടുവരാത്ത ഓട്ടോമാറ്റിക് റെയിൻ സെൻസിങ് വൈപ്പറും ഇതിന് വരുന്നുണ്ട്. റിയർ സീറ്റിലേക്ക് വരുമ്പോൾ എടുത്തു പറയേണ്ടത് 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും ഹാൻഡ് റെസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡറുമാണ്. റിയർ AC വെൻറ്റും ഉണ്ട്. പിന്നെ സാധാരണ അധികം സെഡാനുകളിൽ കണ്ടുവരാത്ത 60-40 സ്പ്ലിറ്റ് വിർച്ചസിൽ അവൈലബിൾ ആണ്. പിന്നെ സെഡാൻ ആയതുകൊണ്ട് തന്നെ 521 ലിറ്ററിൻ്റെ വലിയ ബൂട്ട് സ്പേസ് തന്നെ വിർച്ചസിന് വരുന്നുണ്ട്. അതിന് താഴെയായി തന്നെ സ്റ്റീൽ സ്പെയർ വീലും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 11.56 ലക്ഷം മുതൽ 19.83 ലക്ഷം വരെയാണ് ഇതിൻ്റെ എക്സ്ഷോറൂം വില വരുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അത്യാവശ്യം മോശമില്ലാത്ത പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് വിർച്ചസ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് വിർച്ചസിനെ കുറിച്ച് പറയാനുള്ളത്. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ സ്റ്റേ ട്യൂൺഡ്.